ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. വലിയ പാത്രമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി മാത്രമാണ്. പക്ഷെ ആഡംബരം ഒട്ടും കുറച്ചില്ല. പാത്രമൊക്കെ വലുത് തന്നെ വെച്ചു. അങ്ങനെ സവാള വഴണ്ടി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു. കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു സവാള മുറിച്ചിട്ട് കൊടുത്തു. അത് നന്നായിട്ട് വഴറ്റി ഈ പരുവായപ്പം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, കുറച്ച് കുരുമുളക് പൊടി ചേർത്തു. കുരുമുളകും മഞ്ഞളും ഒക്കെ ഇട്ടാണ്, ഉപ്പൊക്കെ ഇട്ടാണ് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മസാലയും കൂട്ടും ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ വേവിച്ച വെള്ളവും ചിക്കനും എല്ലാം കൂടി കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ചിക്കൻ വെന്തായതുകൊണ്ട് തന്നെ ഒരു തിള വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നന്നായിട്ട് വിതറി കൊടുത്തു. വിതറി ചോറ് മൊത്തം ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുത്തു. നെയ്പാട്ട കാലിയായിരുന്നു, അതുകൊണ്ട് ഞാനത് ഊറ്റി എടുത്തതാണ്. ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ വന്നു. പിന്നെ ഏട്ടനാണ് കാര്യമായിട്ട് മിക്സ് ചെയ്ത് തന്നത്. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ കുത്തിപ്പൊടിക്കും. അവസാനം ഈ കോലത്തിലാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും സംഭവം നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വെച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. ടാറ്റാ.